ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ശനിയെപ്പറ്റിയാണ് പറയുന്നത്. ശനി നമ്മുടെ ജാതകത്തിൽ എവിടെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ ആർക്കൊക്കെ എങ്ങനെയൊക്കെ നല്ലതാണ്, അഴുക്കായിട്ടാണ്. പൊതുവേ ശനി എന്ന് പറഞ്ഞാൽ മോശമായിട്ട് ചിത്രീകരിക്കുന്നത്. കാരണം ശനി പലയിടത്ത് പല ആൾക്കാരും പേടിക്കുന്നു. ശനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൂരമായിട്ടുള്ള ഭാവമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ പേടിപ്പിക്കുന്നു. പക്ഷേ ശനി ഒരുപാട് നല്ല ഗ്രഹമാണ്, ഒരുപാട് ഉയർച്ചയിൽ കൊണ്ടുവരുന്ന ഗ്രഹമാണ്. ശനി നെവർ ഡിലേ കാര്യങ്ങൾ ഇച്ചിരി താമസിപ്പിക്കുക എന്നുള്ളൂ. പക്ഷെ നല്ല രീതിയിൽ തരും. തരാൻ ഇച്ചിരി ശനി മനസ്സറിഞ്ഞ് തന്നു കഴിഞ്ഞാൽ അതേമാതിരി പൈസ തരും, അതേമാതിരി സമ്പത്ത്, അതേമാതിരി ആരോഗ്യം എല്ലാം തരുന്നതാണ് ശനി. ശനിക്ക് മരണമില്ല എന്നും പറയുന്നുണ്ട്. അപ്പം ശനി എന്ന് പറഞ്ഞാൽ പൊതുവെ ഉത്തരവാദിത്തത്തിന്റെ ഗ്രഹമാണ്. നമ്മുടെ ചുമതലയെ സൂചിപ്പിക്കുന്നു ശനി. അതുപോലെ നമ്മുടെ പരിമിതികളെ, ലിമിറ്റേഷനെ സൂചിപ്പിക്കുന്നു, ഹാർഡ് വർക്കിനെ സൂചിപ്പിക്കുന്നു. പിന്നെ ശനി പറഞ്ഞ മാതിരി കാലതാമസം എടുക്കുന്നുള്ളൂ, കഷ്ടപ്പാടിനെ സൂചിപ്പിക്കുന്നു, താല്പര്യമില്ലായ്മയെ സൂചിപ്പിക്കുന്നു, അകലിച്ചയെ സൂചിപ്പിക്കുന്നു, പിന്നെ ഈ പറഞ്ഞ ഒരു മടിയെ സൂചിപ്പിക്കുന്നു. അങ്ങനെ ശനി എന്ന് പറഞ്ഞാൽ എല്ലാ രീതിയിലും നമുക്ക്, കാരണം ഡിസിപ്ലിനെ സൂചിപ്പിക്കുന്നു. അതുപോലെ ഓപ്പർച്യൂണിറ്റിയുടെ ഗ്രഹമാണ് ശനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കണ്ടു കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. നിങ്ങളുടെ ഓരോ പാവം അങ്ങനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ആ പാവത്തിനനുസരിച്ച്. അതേമാതിരി നിങ്ങളുടെ പാവങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കർമ്മസ്ഥാനം, ധനസ്ഥാനം, ഭാഗ്യസ്ഥാനം എങ്ങനെ അവ എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാം, അല്ലെന്നൊരു നിങ്ങൾക്ക് എങ്ങനെ തന്നെ നിങ്ങളുടെ ലഗ്നം കണ്ടുപിടിക്കാമെന്നൊക്കെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് ഏകദേശം ഒരു മണിക്കൂറുള്ള വീഡിയോ ആണ്. പക്ഷെ നിങ്ങളത് കണ്ടു കഴിഞ്ഞാൽ A to Z നിങ്ങൾക്ക് ബേസിക് ഓഫ് ദി അസ്ട്രോളജി ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. തുടങ്ങുന്നതിന് മുമ്പൊന്ന് പറഞ്ഞു പോവാണ്. കാരണം നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അടുത്ത മാസം ഇതിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നൊരു ഇതിനകത്ത് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. 4 ലിങ്കാണ് കൊടുത്തേക്കുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ വേദിക് അസ്ട്രോളജി, നോർമലി ഉള്ള ഈ ഒരു അസ്ട്രോളജി. പിന്നെ ഒന്ന് പ്രഡിക്റ്റീവ് അസ്ട്രോളജി. പ്രഡിക്റ്റീവ് അസ്ട്രോളജി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ മരിക്കുന്നതും എടുക്കുന്നതും അങ്ങനെയുള്ള പൊളിറ്റീഷ്യൻസിന്റെ ആയിട്ടുള്ളതും ബന്ധപ്പെട്ട രാജ്യങ്ങളുമായിട്ടുള്ളതും വലിയ അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ പറ്റി അപഗ്രഥിക്കുന്ന കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്നത്. അതിനകത്ത് ഇപ്പോൾ നമുക്ക് ഇന്ത്യൻ അസ്ട്രോളജി ഇത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് യുറാനസിനെയും നെപ്റ്റ്യൂനെയും പ്ലൂട്ടോനെ അവിടെ പരാമർശിക്കുന്നില്ല. നമ്മളിപ്പോൾ ഈ ശനിയുടെ വീഡിയോ എല്ലാം പ്രത്യേകിച്ച് ഇത് പറയാൻ കാരണം ഇപ്പോൾ ശനിയാണ് ഇപ്പോൾ നമ്മളെ ഈ ഇന്ത്യയിലെ നമ്മുടെ നോർമൽ അസ്ട്രോളജിയിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ദൈർഘ്യം കൂടിയ ഗ്രഹം എന്ന് പറഞ്ഞാൽ 2.5 വർഷം. വ്യാഴം വന്നാൽ 361 ദിവസം. അങ്ങനെ ഓരോ ഗ്രഹങ്ങൾ, സൂര്യൻ 1 മാസം, അങ്ങനെ ഓരോ. പിന്നെ അതിനകത്ത് സ്ലോ ആയിട്ടുള്ളത് ചന്ദ്രനെ പറയുന്നുള്ളൂ, 2.5 മണിക്കൂർ. അങ്ങനെ ഓരോ സോഡിയാക് സൈനിൽ നിൽക്കുന്നതാണ്. എന്നാൽ ബാക്കിയാന്ന് നോക്കിയാൽ രാഗും കേതുവും ഒക്കെ 1.5 വർഷം. അപ്പോഴും ശനിയാണ് 2.5 വർഷം. എന്നാൽ പിന്നെ യുറാനസ് നോക്കിക്കഴിഞ്ഞാൽ 7 വർഷമാണ് ഒരു സോഡിയാക് സൈന. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 84 ഇയേഴ്സ്, 84 വർഷം എടുക്കും ഇതൊരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രീഡമായിട്ടും ഡിസൈറുമായിട്ടും പിന്നെ അങ്ങനെ ഇൻഡിവിജ്വാലിറ്റി, ടെക്നോളജീസ്, അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ടൊക്കെ റിലേറ്റഡ് ആയിട്ടിരിക്കുന്ന ഗ്രഹമാണ് യുറാനസ്. അതേപോലെ നെപ്റ്റ്യൂൺ വന്നു കഴിഞ്ഞാൽ 14 വർഷം എടുക്കും ഒരു സോഡിയാക് സൈനെ കവർ ചെയ്ത് പോകാനായിട്ട്, മീൻസ് പാസ് ചെയ്യാൻ. അത് 165 വർഷമാണ് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാനിരിക്കുന്നത്. അതേസമയം ഈ പറഞ്ഞ ശനിയുടെ 29.5 വർഷം എടുക്കത്തുള്ളൂ. മനസ്സിലായില്ലേ വ്യത്യാസം? അപ്പോൾ ഏറ്റവും ഇത് പോകുന്ന നെപ്റ്റ്യൂണ്, യുറാനസ്, പിന്നെ പ്ലൂട്ടോ ഉണ്ട്. അപ്പം നെപ്റ്റ്യൂണെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ജനറേഷനെ, അങ്ങനെ കളക്റ്റീവ് കോൺഷ്യസ്നെസ്സിനെ, അപ്പോൾ ഇത് പ്ലാനറ്റ് ഓഫ് ഇൻസ്പിറേഷൻ, സ്പിരിച്വാലിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ നെപ്റ്റ്യൂനെ യൂസ് ചെയ്യുന്നത്. അതേമാതിരി പ്ലൂട്ടോ ആണെന്ന് വരിയിൽ അത് ഏകദേശം 20 വർഷത്തോളം എടുക്കും ഇതിനെ 20.something ഇയേഴ്സ് എടുക്കും ഒരു സോഡിയാക് സൈനെ കവർ ചെയ്യാൻ. അതായത് 248 വർഷം എടുക്കും ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്ത് ഈ 12 സോഡിയാക് സൈനെ കവർ ചെയ്ത് വരുന്നത്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ റീബർത്തും പേഴ്സണൽ ഗ്രോത്ത്, പവർ, ട്രാൻസ്ഫോർമേഷൻ, അങ്ങനെ പലതുമായിട്ട് ബന്ധപ്പെട്ട ഗ്രഹമാണ് ഈ പറയുന്ന പ്ലൂട്ടോ. അപ്പം ഞാൻ ഇപ്പോൾ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ ഈ കോഴ്സുകളുണ്ട്. അപ്പോൾ പ്രഡിക്റ്റീവ് അസ്ട്രോളജിയുമായിട്ടുള്ള സെപ്പറേറ്റ് കോഴ്സ് ഉണ്ട്. അത് ഇന്റർനാഷണലി ഞാൻ പഠിച്ചതാണ്. കാരണം ഇന്ത്യയിലൊന്നും അതൊന്നും അത്ര അങ്ങോട്ട് ആയിട്ടില്ല. കാരണം ഇന്ത്യ അറിയാമല്ലോ, ഇതിനകത്ത് ഈ യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോയെ പറ്റി പ്രതിപാദിക്കുന്നില്ല. അങ്ങനെ അത് പ്രഡിക്റ്റീവ് അസ്ട്രോളജിയിലാണ്. അങ്ങനെ നമുക്ക് ജനനം, മരണം, ഒരാൾ ജനിക്കുന്ന അല്ലെങ്കിൽ മരിക്കുന്നത്, അല്ലെന്നൊരു ഓരോ കുട്ടികൾ ജനിക്കാനുള്ള സമയം ഉൾപ്പെടെ, അല്ലെന്നൊരു റീബർത്തുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യം അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. പിന്നെ മൊബൈൽ ന്യൂമറോളജി. അപ്പോൾ 2 ലിങ്ക് ഈ പറഞ്ഞ. പിന്നെ മൊബൈൽ ന്യൂമറോളജി എന്ന് പറഞ്ഞൊരു ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൊബൈലുമായിട്ട് നമുക്ക് ഇന്ന് എല്ലാവരും മൊബൈൽ യൂസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് മെയിൻ ഒരു മൊബൈലുണ്ട്. അപ്പോൾ അതിനകത്ത് ടോട്ടൽ ചെയ്യുമ്പോൾ നമ്മുടെ ഓരോ മൊബൈൽ ചെയ്യുമ്പോൾ നമ്പറുണ്ട്. ആ നമ്പർ നമ്മളെ ഒരുപാട് കാര്യത്തിൽ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യും. അതുപോലെ ഹെൽത്ത് ഇഷ്യൂ, അല്ലെന്നൊരു ഫാമിലി റിലേഷൻ ആയിട്ടുള്ള ഇഷ്യൂ, ഡൈവേഴ്സ്,
അങ്ങനെ ഒരുപാട് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്, കാരണം അത് നമ്മുടെ ഒരു റേഡിയേഷൻ ഓട്ടോമാറ്റിക്കലി വരും. അപ്പോൾ അത് തന്നെയല്ല, അതിനകത്ത് ചില സ്പെഷ്യൽ നമ്പറുണ്ട്. അപ്പോൾ ആ നമ്പർ ഉൾപ്പെടെ നമ്മളെ കണ്ടുപിടിച്ചിട്ട് ആ നമ്പറിനകത്തുനിന്ന് അത് നമ്മളെ ജാതകം നോക്കുന്ന മാതിരി ഇത് സ്പെഷ്യലായിട്ടുള്ള, അപ്പോൾ അതിൻ്റെ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഒരു 2 മാസം കഴിഞ്ഞിട്ട്. അപ്പോൾ ഒന്നും 3 കോഴ്സ് ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. ആർക്കെല്ലാം താല്പര്യം ഉണ്ടെന്ന് ഇത് നമ്മുടെ നാഡി ജ്യോതിഷം. അപ്പം നാഡി ജ്യോതിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇത് എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. കാരണം ഈ അസ്ട്രോളജി പഠിക്കുന്ന പോലെ ഒന്നും ബുദ്ധിമുട്ടില്ല. നിങ്ങൾക്ക് ഒരു മാസം തന്നെ വേണ്ട, 1 മാസം കൊണ്ട് നിങ്ങൾക്ക്, അതായത് ഞാനിപ്പോൾ അത് പഠിപ്പിച്ച് കഴിഞ്ഞാൽ 1 വീക്ക് കൊണ്ട് നിങ്ങൾക്ക് പ്രഡിക്ഷൻ നടത്താനുള്ള ആ ഒരു ലെവലിൽ എത്തിക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ കംപ്ലീറ്റ് ട്രെയിനിങ്, പിന്നെ ഈ പറഞ്ഞ 4 സംഭവത്തിൻ്റെ വിത്ത് ഇൻക്ലൂഡിങ് സോഫ്റ്റ്വെയർ ആണ്. അതിൻ്റെ പൈസയായ കാര്യങ്ങൾ എല്ലാം പിന്നെ പറയാം. അപ്പം 4 ഗ്രൂപ്പ് ഇവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്ന ഇതിൽ ചേരുക. അപ്പം നമുക്ക് 1-ാം ഭാവത്തിൽ ശനി നിന്ന എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പം ഇതിനകത്ത് ഞാനൊരു ചാർട്ട് കൊടുക്കുന്നുണ്ട്. ഷാരൂഖ് ഖാന്റെ ചാർട്ടാണ്. അവിടുത്തെ പാദം 2-ാം നക്ഷത്രമായിട്ട് വരുന്നത്, ഷാരൂഖ് ഖാന്റെ ചാർട്ട്. അപ്പോൾ ഇതിനകത്ത് 1-ാം ഭാവത്തിലാണ് ഷാരൂഖ് ഖാന്റെ ഇത് ശനി നിൽക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ നോക്കാം വേറൊരു കാര്യം. ഇപ്പം ഞാനീ പറയുന്നത് എപ്പോഴും ഇത് ആദ്യം തന്നെ പറയുവാണ്, ഓരോന്നിനും പറഞ്ഞു തരുന്ന കാര്യത്തിൽ നിങ്ങൾ ശനിയിൽ കേൾക്കുന്നതിന് മുമ്പ് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചു. അതായത് നമ്മുടെ ശനിയുടെ കൂടെ വ്യാഴം നിൽക്കുകയാണെന്നതിൽ ഈ ശനി അഫക്റ്റ് ചെയ്യുകയില്ല, ഒന്ന് മനസ്സിലാക്കുക. അപ്പം ബാക്കി ഈ പറഞ്ഞ എല്ലാം 0 ആയെന്ന് വെച്ചു. ശനി നിങ്ങൾക്ക് അപ്പോൾ ഒത്തിരി പോസിറ്റീവ് ആവും. അപ്പോൾ വ്യാഴം നിൽക്കുകയാണ്. വ്യാഴം എന്ന് പറഞ്ഞാൽ വലിയ പൈസ, വലിയ മണി, സമ്പത്ത്, ഫാറ്റ്, അങ്ങനെ ഒരുപാട് വ്യാഴത്തിൻ്റെ ആയിട്ടുള്ള റേഡിയേഷൻ ഉണ്ട്. ഇതെല്ലാം കൂടെ വിശദമാക്കാൻ പോയി കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് നീണ്ടുപോകും. അപ്പോൾ അതുകൊണ്ട് എന്നാലും ഞാൻ പറയണം, ഇപ്പം വ്യാഴം അതേമാതിരി ഈ വ്യാഴത്തിൻ്റെ ആയിട്ട് ഗ്രഹമുണ്ട്. ഈ വ്യാഴം ഗ്രഹം വരിക, അതേപോലെ ഡിഫോൾട്ട് വ്യാഴത്തിൻ്റെ കൂടെ ശനി നിൽക്കുകയോ ആണെന്ന് വരികിൽ ഈ ശനിയുടെ നെഗറ്റീവായിട്ടുള്ള സംഭവം നിങ്ങളെ ബാധിക്കുകയില്ല. അതേമാതിരി കുംഭത്തിൽ നിന്ന് കഴിഞ്ഞാലും ആ 2 അവിടെ നിന്ന് കഴിഞ്ഞാലും അത് വലിയ അങ്ങനെ ബാധിക്കത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു 4 ഇതുണ്ട്. ശനിയുടെ ഇത് 2 പിന്നെ വ്യാഴത്തിൻ്റെ ആയിട്ടുള്ള 2 ഗുരു, പിന്നെ ഇത് കൂടാതെ വ്യാഴം നിങ്ങളുടെ ഈ ഓരോ ശനി നിൽക്കുന്നതിൻ്റെ കൂടെ വന്ന് നിൽക്കുക. അപ്പോഴിതൊന്നും അഫക്റ്റ് ചെയ്യുകയില്ല. അത് ഞാൻ ഓരോ പ്രാവശ്യം പറയുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഇത് ശ്രദ്ധിച്ചാൽ, അതുകൊണ്ടാണ് പറഞ്ഞത് വീഡിയോ മൊത്തം പൂർണ്ണമായിട്ട് കേട്ട് കഴിഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അപ്പം ഈ ശനി ലഗ്നത്തിൽ നിന്ന് കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരുപാട് ചലഞ്ചസ് കൊണ്ടുവരും. ചില കാര്യങ്ങളിൽ സ്ലോ ആയിരിക്കും. അതേമാതിരി 1-ാം ഭാവത്തിൽ അല്ലെന്നൊരു പറഞ്ഞ മാതിരി ലഗ്നത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഇത് ഈ 1-ാം ഭാവം എന്ന് പറഞ്ഞാൽ ശരീരത്തിനെയാണ് സൂചിപ്പിക്കുന്നത്, നമ്മളെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ശരീരത്തിൻ്റെ പുഷ്ടി, പൗരുഷം, അതേമാതിരി ആരോഗ്യം, പിന്നെ എന്താ പറയുക ആക്ടിവിറ്റി, ഒരു വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെയാണ് 1-ാം ഭാവത്തിൽ സൂചിപ്പിക്കുന്നത്. 1-ാം ഭാവം എന്ന് പറഞ്ഞാൽ അതുപോലെ 1-ാം ഭാവം എന്ന് പറയുന്നത് നമ്മുടെ തലയുടെ പിരിയത്തിൻ്റെ മേളോട്ടുള്ള ഭാഗമാണ്. തലയോട്ടിയും അങ്ങനെയുള്ള ആ ഏരിയയും സൂചിപ്പിക്കുന്ന 1-ാം ഭാവമാണ്. തലയുടെ പിരിയം മുതൽ മേളോട്ടുള്ള ഇത്. അപ്പോൾ അതാ 1-ാം ഭാവം. അവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെന്ന് പറഞ്ഞാൽ ശനിയുടെ ആയിട്ടുള്ള റേഡിയേഷന്, മെറ്റൽ റേഡിയേഷനും ഉണ്ട്. അതും കൂടെ കൂട്ടത്തിൽ ഒന്ന് പറയുകയാണ്. ഇവർക്ക് പൊതുവെ ഈ ഒരു 1-ാം ഭാവത്തിൽ നിൽക്കുന്നവർക്ക് ഒരു അച്ചടക്കം ഉണ്ടായിരിക്കും. അതുപോലെ ഇവർക്കൊരു ലേറ്റായിട്ട് ഒരു 30-35 വയസ്സ് കഴിഞ്ഞിട്ട് ആയിരിക്കും കൂടുതൽ ലൈഫിലൊരു ഉയർച്ച ഉണ്ടാകുന്നത്. അതുവരെ ഒരു സ്ലോ ആയിട്ടുള്ള പല കാര്യത്തിലും ചെറുതായിട്ടൊരു സ്ലോ ആയിട്ട് മല്ലെന്നൊരിൽ ഈ ആൾക്കാരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്. പൊതുവെ ശനി എന്ന് പറഞ്ഞാൽ ഒരു പ്രൊട്ടക്ഷൻ്റെ കൂടെ ഗ്രഹമാണ്. അപ്പം നമ്മുടെ വേറെ വിശദമായിട്ട് പല വീഡിയോ ചെയ്തിട്ടുണ്ട്. കേട്ട് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് കേട്ടിരിക്കുന്നവർക്ക് അത് മനസ്സിലാവും. ശനി 1-ാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാറ്റി നല്ല ഹാർഡ് വർക്കിംഗ് ആയിരിക്കും, നല്ല നിരീക്ഷണ പാഠം ഉണ്ടായിരിക്കും. അത് 35 വയസ്സിൽ കഴിയുമ്പോഴത്തേനും നല്ല ഒരു ഉയർച്ചയാകുമെന്ന് പറഞ്ഞല്ലോ. അതുപോലെ ഇവർക്ക് കല്യാണം ഇച്ചിരി താമസിച്ചായിരിക്കും നടക്കുന്നത്. ആരോഗ്യപരമായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങൾ കാണും, അങ്ങനെയൊക്കെ കാണും. അതേമാതിരി പങ്കാളികളിൽ നിന്ന് കൂടുതൽ ഉത്തരവാദിത്തം പ്രതീക്ഷിക്കുന്ന ഒരു സ്വഭാവമായിരിക്കും. അങ്ങനെയൊക്കെയാണ് ഈ 1-ാം ഭാവത്തിൽ ഇതേപ്പറ്റി ശനിയെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ഇതിനകത്ത് തന്നെ ഇതിന്റെ ലാസ്റ്റില് വേൾഡ് ഫേമസ് ആയിട്ടുള്ള 23-24 പേരുടെ ബർത്ത് ചാർട്ടും ശനി അവരുടെ വരുന്നതും അവരുടെ ലക്കി പൊസിഷന് കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്ന് രീതിയിലൂടെ ഒന്ന് കേട്ടിരുന്നു കഴിഞ്ഞാൽ നല്ലതാണ്. കാരണം അതൊരു ബെനിഫിറ്റ് ആയിരിക്കും. കാരണം ഈ ശനി എന്ന് പറഞ്ഞാൽ പലരും നെഗറ്റീവായിട്ട് കാണുന്നു. അപ്പം ഒരു 90% കൂടുതൽ കാര്യങ്ങള് ഈ അസ്ട്രോളജി കൂടെ നമുക്ക് സാധ്യമാകുന്നുണ്ട്. അത് നമുക്ക് ഇന്ത്യൻ ജ്യോതിശാസ്ത്രത്തെ മാത്രമല്ല, ഞാൻ തന്നെ നിസാരം ഒരു കോഴ്സിന് ഒരു കോഴ്സിന് $150 കൊടുത്തിട്ട് ഒരു ക്ലാസ് പോലും പ്രൊഡക്റ്റീവ് അസ്ട്രോളജി ഒക്കെ അറ്റൻഡ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയതൊക്കെ കൂടുതൽ പറഞ്ഞു പോയതേ ഉള്ളൂ.
അപ്പം ഇങ്ങനെ ഇന്ത്യയിലല്ലാതെ വേറെ ഒരുപാട് കാലം റോമൻ സാമ്രാജ്യത്തിൽ അവിടെ ഇവിടെയും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ നടന്നിരുന്നുണ്ടെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഇപ്പൊ US ബിൽഡിന്റെ പോലെ ഓരോ ആൾക്കാരെ പ്രഡിക്ഷൻ നടത്തുന്നുണ്ട്, ഇലക്ഷന് ജയിക്കോ ഇല്ലയോ. ഓരോ ഇലക്ഷന് പിന്നെ സ്പോർട്സ് അസ്ട്രോളജിക്കകത്ത് ഓരോ ഗെയിം വിൻ ചെയ്യും, അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഓരോ ആൾക്കാർ അതിന്റെ കോമ്പിനേഷൻ എല്ലാം കൂടെ നോക്കിയിട്ട് നെപ്റ്റ്യൂണെ മാത്രം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് 1846 ഇത് കണ്ടുപോലും പിടിക്കുന്നത്. അതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ജ്യോതിശാസ്ത്രം ഇതിനെ യൂസ് ചെയ്തിരുന്നു എന്നുള്ള മനസ്സിലാക്കാം. അതായത് മനുഷ്യന്റെ ഗോചരമായിട്ടുള്ള ഇതുകൊണ്ട് കാണാൻ പറ്റുന്നതിനെക്കാട്ടിലും അതിലെത്രയോ വർഷങ്ങൾ കൊണ്ട് ഗഡിച്ച് കണ്ടുപിടിക്കാന്ന് ഇറ്റ് ഈസ് നോട്ട് ആൻ ഇത് എന്താ പറയുന്നത്, വേറൊരു ബിയോണ്ട് ദ ലിമിറ്റേഷൻ ദർ ഇസ് സംതിങ് ഹാപ്പനിങ്, എന്തൊക്കെ ഒരു സംഭവമുള്ളൂ, ഇതിന്റെ പ്രകൃതിക്ക് ഒരു നിയമമുണ്ട്, അല്ലെങ്കിൽ ഇവിടെ നിഗൂഢതകളുണ്ട് എന്ന് കാര്യം മനസ്സിലാക്കിയിരിക്കണം. അപ്പം നെപ്റ്റ്യൂണെ പറ്റി പറഞ്ഞു കഴിഞ്ഞാലും അതുപോലെ മിഥ്യാധാരണ, വഞ്ചന, യാഥാർത്ഥ്യമായിട്ട് ബന്ധപ്പെടാതിരിക്കുന്നത്, പിന്നെ ഈ ഒറ്റക്കണ്ണുള്ള മാന്ത്രിക കണ്ണെന്ന് പറയുന്ന നമ്മുടെ ഇലുമിനാറ്റി തത്വശാസ്ത്രമല്ല ഈ നെപ്റ്റ്യൂണുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കും. അപ്പൊ അതെന്ന് പറഞ്ഞാൽ ഈ സാധാരണ നമ്മുടെ വേദിക് അസ്ട്രോളജിയിൽ പഠിപ്പിക്കുന്നില്ല, ജസ്റ്റ് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അപ്പം ഈ ക്യാൻസർ വന്ന കാര്യം ഇപ്പൊ പറഞ്ഞപ്പോഴാണ് അത് ജസ്റ്റ് പറഞ്ഞത്. അപ്പൊ അതിനകത്ത് ഇപ്പൊ സ്റ്റീരിയോസിന്റെ ഇതിനകത്ത് രാഹു കേതു മിഡ് പോയിന്റ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഈ മിഡ് പോയിന്റ് വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ക്യാൻസറിന്റെ കാര്യമൊക്കെ രണ്ടാം ഭാവത്തിലോട്ട് അഫക്ട് ചെയ്തിട്ടുണ്ട് പുള്ളിയെ. അപ്പം ഇതിപ്പോ അതേമാതിരി നമുക്കിപ്പോ അതിന്റെ ഫാമിലിയിൽ ആർക്കെങ്കിലും ക്യാൻസർ വരാൻ സാധ്യതയുണ്ടോ, വൈഫിന്റെ ഫാമിലിയിൽ ആർക്കെങ്കിലും ക്യാൻസർ വരാൻ സാധ്യതയുണ്ടോ, അങ്ങനെ ഇത് ആർക്കും അസുഖം വരാതൊരു വിഷയമല്ല. എന്നൊക്കെ എനിക്ക് വായിക്കൊള്ളാന്നില്ല. ഇതൊക്കെ മനുഷ്യരാണ്. പക്ഷെ ഈ റെമഡീസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറഞ്ഞാൽ നേരത്തെ അതിന് പ്രിക്കോഷൻ ഉണ്ടെന്നതിനെ ക്യൂർ ചെയ്ത് ട്രീറ്റ് ചെയ്യാം. അപ്പൊ അത്ര ടെക്നോളജിയും വളർന്നു, കോമ്പറ്റീഷൻ ഉണ്ട്. പ്രത്യേകിച്ച് ഈ രാഹുവിന്റെ യുഗമായ സ്പീഡിന്റെ, രാഹു എന്ന് പറഞ്ഞ സ്പീഡെന്നും മീനിങ് ഉണ്ട്. അപ്പൊ ആ ഒരു ഇതും പറയുന്ന ഇന്റർനെറ്റ് ഇതെല്ലാം ഈ ഇതുമായിട്ട് രാഹുവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അങ്ങനെ ഒരുപാട് കോമ്പിനേഷൻ ഉണ്ട്. അപ്പൊ അതിനകത്ത് ഈ നെപ്റ്റ്യൂണിന്റെ കാര്യം കൂടെ ഇറക്കി പറഞ്ഞതേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും പഠിക്കാനെടുക്കാനോ താല്പര്യം ഉണ്ടെന്നൊരു ഒരു 5-6 ടൈപ്പ് കോഴ്സ് ഉണ്ട്. അപ്പൊ അതിനകത്ത് വേദിക് അസ്ട്രോളജി ഉണ്ട്, മൊബൈൽ ന്യൂമറോളജി നിങ്ങൾ വിചാരിക്കല്ലേ. ഇപ്പൊ നിങ്ങളുടെ ഏതൊരു ഒരാളെ നോക്കി ടോട്ടൽ ഇത് കൂട്ടിയിട്ട് 4 വരുന്നുണ്ടെന്ന് നോക്കി നിങ്ങൾക്ക് ഡൈജസ്റ്റീവ് ആയിട്ടുള്ള പ്രശ്നം കൂടി ചേഞ്ച്. അങ്ങനെ നാഡി ജ്യോതിഷം, നാഡി അസ്ട്രോളജി, പിന്നെ മെഡിക്കൽ അസ്ട്രോളജി, ഈ വേദിക് അസ്ട്രോളജി, പ്രഡിക്റ്റീവ് അസ്ട്രോളജി, ഇങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും ഈ കോഴ്സുകൾ ഇതിന്റെ അകത്ത് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്ന വരിയിൽ ജോയിൻ ചെയ്താൽ മതി. ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്ന വരിയിൽ ഇവിടെ വാട്സപ്പ് നമ്പറുണ്ട്, അതിനകത്ത് ചോദിച്ചു കഴിഞ്ഞാൽ വിശദമായിട്ട് പറയുന്നത്. അതേമാതിരി എടുത്തു കഴിഞ്ഞാൽ മാർക്ക് സുക്കർബർഗിന്റെ നോക്കിക്കഴിഞ്ഞാൽ നോക്കിയാൽ 2ലാണ് ശനി നിൽക്കുന്നത്. 2ലെ ശനിയും കുജനും ചന്ദ്രനും ഉണ്ട്. ഓപ്പോസിറ്റ് അതും ശുക്രനാണ് നിൽക്കുന്നത്, ശുക്രനും ബുധനുമാണ് നിൽക്കുന്നത്. അപ്പം ബുധനും ശുക്രൻ എന്നാണ് കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ പല സംഭവമാണല്ലോ. അപ്പോൾ ആ ശനിയുടെ ആയിട്ടുള്ള ശുക്രന്റെ റേഡിയേഷൻ കിട്ടി, ബുധനും കിട്ടി. അപ്പോൾ കമ്മ്യൂണിക്കേഷന് അല്ലെങ്കിൽ ശുക്രൻ ആഡംബരം, അപ്പോൾ ആ ഒരു ഇതും ശനിയുടെ ആയിട്ടുള്ള ഇതും പിന്നെ ഒരു ചന്ദ്രന്റെ ആയിട്ടുള്ള ഒരു എന്താ പറയുന്ന ഒരു നമ്മുടെ ഇമാജിനേഷനും ആ ഒരു രീതിയിലുള്ള നല്ല സംഭവങ്ങളൊക്കെ ആലോചിച്ച് ചെയ്യാനൊക്കെ ഉള്ളൊരു സംഭവങ്ങൾ മാർക്ക് സുക്കർബർഗ്. അടുത്ത നോക്കിക്കഴിഞ്ഞാൽ ബിൽഗേറ്റ്സ് അറിയാമല്ലോ. അത് നോക്കിയാൽ അത് നിൽക്കുന്നത് 4ലാണ് ശനി നിൽക്കുന്നത്. 4ലെ ശനി നിൽക്കുമ്പോൾ തന്നെ കൂടെ ശുക്രനും രവിയും ഉണ്ട്. രവിയും സൂര്യനും ശനിയും പൊതുവെ കുഴപ്പമില്ല, അറിയാമല്ലോ. കാരണം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രുക്കളല്ല, മിത്രങ്ങളാണ്. ഓപ്പോസിറ്റ് ചൊവ്വ ആണ് നിൽക്കുന്നത്. അപ്പം ബിൽഗേറ്റ്സിനും നല്ലതാണ്. സൽമാൻ ഖാൻ നോക്കിക്കഴിഞ്ഞാൽ 11ലാണ് ശനി നിൽക്കുന്നത്. 11 നിൽക്കുന്ന ശനി പൊതുവേ നല്ലതാണ്. പക്ഷെ പുള്ളിയുടെ കൂടെ ചന്ദ്രനുണ്ട്. അത് പുള്ളിക്ക് ചെറിയൊരു ദോഷമുണ്ട്, വിഷ്ദോഷ എന്ന് പറയും സൽമാൻ ഖാൻ്റെ. അപ്പം വിഷ്ദോഷയുടെ വീഡിയോ ചെയ്യുന്നുണ്ട്, പകുതി പണിയാക്കി വെച്ചേക്കുവാണ്. അപ്പം ചന്ദ്രനും മന്ദനും എന്താണെന്ന് ശനിയും കൂടെ നിൽക്കുന്നു. ഓപ്പോസിറ്റ് നിൽക്കുന്നത് അത് തന്നെയല്ല, പ്രത്യേകിച്ച് ഇവിടെ ശ്രദ്ധിക്കേണ്ട 11ാം ഭാവം എന്ന് പറഞ്ഞാൽ ഉള്ള കുംഭത്തിന്റെ കവളി. കുംഭം എന്ന് പറഞ്ഞാൽ ഒഴുകി വരിക എന്നാണ്. അപ്പൊ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, കുംഭത്തിന്റെ ആരേലും ഒരു ബർത്ത് ചെയ്തു കഴിഞ്ഞാൽ പോലും കുംഭത്തിന്റെ ലഗ്നമുള്ള ആൾക്കാരെല്ലാം നല്ല ഒരുപാട് പൈസയും ഒരുപാട് റിച്ചും അങ്ങനെയൊക്കെ ആകുന്നതായിട്ടുള്ള ഒരു രീതിയാണ്.
അടുത്തതിന് കപിൽ ശർമ്മയെ നോക്കിക്കഴിഞ്ഞാൽ കപിൽ ശർമ്മയ്ക്ക് 11-ലാണ് ശനി നിൽക്കുന്നത്. അപ്പം 11 ശനിയുടെ കൂടെ ഗുരുവുണ്ട്, ഓപ്പോസിറ്റ് ഡിഫോൾട്ട് ഗുരുവുണ്ട്, പിന്നെ ശുക്രനും കുജനും രവിയും ഉണ്ട്. അപ്പം ഈ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഈ ഫിലിം ഫീൽഡുമായിട്ട് അല്ലെന്ന് ഈ പറഞ്ഞ ഒരു ആർട്ടുമായിട്ടും കലാപരമായിട്ടുള്ള കഴിവ് അങ്ങനെയുള്ള ആ ഒരു കാര്യങ്ങളെല്ലാം, പിന്നെ പുള്ളിയുടെ ചാർട്ടിൽ നിന്ന് തന്നെ പുള്ളിയുടെ ഫാദറിന് ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട്, അതാണ്. പിന്നെ അടുത്ത് നോക്കി AR റഹ്മാൻ, നമ്മുടെ AR റഹ്മാൻ മ്യൂസിഷ്യൻ, അത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ശനി നിൽക്കുന്നത് 4-ലാണ് ശനി നിൽക്കുന്നത്. ശനി അത് കൂടെ നിൽക്കുന്ന വ്യാഴമാണ്. വ്യാഴത്തിൻ്റെ ബൈ ഡിഫോൾട്ടുള്ള ഗ്രഹത്തിലാണ് ശനി നിൽക്കുന്നത്. അപ്പം പുള്ളിക്കാരൻ നല്ലതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഈ വെറുതെ ശനിയെ പറ്റി പറയുമ്പോൾ ആ ഒരു നമ്മളിത് പറഞ്ഞിട്ട് ആൾക്കാർ പേടിക്കല്ലേ. അതുകൊണ്ട് നമ്മുടെ ഗ്രഹനില എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അടുത്ത നോക്കി ഇന്ദിരാഗാന്ധി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കി മന്ദന ശനി 7-ലാണ് നിൽക്കുന്നത്. 7 നിൽക്കുക എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ശനി തന്നെയാണ് 7-ല്. പിന്നെ 7-ാം ഭാവത്തിൽ ഫാമിലി ലൈഫിന് ശനിയുടെ അത്രയായിട്ടുള്ള ഒരു ചെറിയ ഇത് പിടിവാശി അങ്ങനെ കാര്യങ്ങളെ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അത് ഈ ചാർട്ടിൽ നിന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു നാഷണൽ ലീഡറിനെ പറ്റി ഞാൻ അങ്ങനെ പറയുന്നത് ശരിയല്ല, നിങ്ങൾ നോക്കിയിട്ടും ഇൻ്റർപ്രറ്റ് ചെയ്യുക. പിന്നെ നരേന്ദ്രമോദി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 11-ലാണ് ശനിയും ശുക്രനും നിൽക്കേണ്ടത്. ശനിയുടെ കൂടെ ശുക്രൻ നിൽക്കേണ്ട ഓപ്പോസിറ്റ് ഗുരു കുംഭത്തിലാണ് നിൽക്കുന്നത്. ഭയങ്കര യോഗമുള്ളതാണ് നരേന്ദ്രമോദി. കാരണം കുംഭത്തിൽ ഗുരു വലിയ പൈസ, വലിയ പ്രശസ്തി, കാര്യങ്ങൾ, പിന്നെ ഗുരുസ്ഥാനത്ത് ആൾക്കാരെ പുള്ളിക്ക് ഒരുപാട് കാര്യങ്ങളോ ഒരു ആൾക്കാരെ ബഹുമാനിക്കാനോ അല്ലെന്നൊരു ആ ഗുരുസ്ഥാനീയരായിട്ടുള്ള ഉപദേശം കൊടുക്കാനോ എടുക്കാനോ ഉള്ള ആൾക്കാരെ കാര്യങ്ങളെ, പിന്നെ അതിൻ്റെ ആ ഒരു ആഡംബരവും ശനിയും ശുക്രനും കൂടെ ആഡംബരം അവിടെ 11-ലാണ് നിൽക്കുന്നത്. 11-ലെ ശനി എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. ശനി എന്ന് പറഞ്ഞാൽ ഒരുപാട് പൈസയെ കാര്യം, റിച്ച്നെസ്, പേര്, പ്രശസ്തി, അങ്ങനെ ജീവിതത്തിൽ ഒന്നും ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ള കാര്യം വരികയില്ല. അപ്പം ശുക്രനും മന്ദനും ഗുരു ഓപ്പോസിറ്റ് വന്നു. അപ്പോൾ 11-ലെ ശുക്രനും ശനിയും കൂടെ വന്നാണ് ഈ നരേന്ദ്രമോദിയുടെ ഉയർച്ച. ആ വർക്കുകൾ കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. ശുക്രൻ്റെ ആയിട്ടുള്ള ആഡംബരവും ശനിയുടെ ആയിട്ടുള്ള രാജ്യത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാനും രാജ്യത്തിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പം ഇതൊക്കെയാണ്. അടുത്ത നോക്കിക്കഴിഞ്ഞാൽ ലതാ മങ്കേഷ്കറിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ 4-ലാണ് ശനി നിൽക്കുന്നത്. ശനി 4 നിൽക്കുമ്പം അതും വ്യാഴത്തിൻ്റെ ബൈ ഡിഫോൾട്ടുള്ള കൂടെ അവിടാണ് ശനി നിൽക്കുന്നത്. പ്രത്യേകിച്ച് നോക്കി ഇപ്പോൾ ഇതിപ്പം ചില ആൾക്കാർക്ക് അറിഞ്ഞുകൂടാ, ചാർട്ടൊന്നും അറിഞ്ഞുകൂടാ. എന്നാലും അതുകൊണ്ടാണ് ഇത് പ്രത്യേകിച്ച് ഈ ചാർട്ടൂടെ എടുത്തിട്ട് പറയുന്നത്. ആദ്യം റെക്കോർഡ് ചെയ്തപ്പോൾ എല്ലാം കൂടെ പറയാൻ പറ്റിയില്ല. അടുത്ത നോക്കി. അപ്പോൾ ഇതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ മാതിരി ഒടുവിൽ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. പിന്നെ ലതാ മങ്കേഷ്കർ കഴിഞ്ഞ റാണി മുഖർജിയുടെ അടുത്ത് നോക്കിയാൽ റാണി മുഖർജിയുടെ ശനി നോക്കുമ്പോൾ 2-ലെ ശനി നിൽക്കുന്നു. അപ്പോൾ ഈ 2-ലെ ശനി നോക്കുമ്പോൾ ഓപ്പോസിറ്റ് അവിടെ നിൽക്കുന്നത് കുംഭമാണ്. ഓപ്പോസിറ്റ് കുംഭത്തിൻ്റെ കള്ളിയാണ്. അപ്പോൾ റാണി മുഖർജി 47 വയസ്സ്. അപ്പം ബാക്കി പൂയമാണ് നാളെ. അതേമാതിരി ലതാ മങ്കേഷ്കറിൻ്റെ പറഞ്ഞ ആയില്യം പാദം 4, നരേന്ദ്രമോദി അനിഴം പാദം 4, ഇന്ദിരാഗാന്ധി മൂലം പാദം 1, കപിൽ ശർമ്മ പൂരാടം പാദം 1, പിന്നെ AR റഹ്മാനാണ് വിശാഖം പാദം 1. പിന്നെ ഇതെല്ലാം എല്ലാം കൂടെ നമുക്ക് പറഞ്ഞു പോകാൻ പറ്റും. രൺബീർ കപൂർ ഉത്രാടം പാദം 4, ഹിലാരി ക്ലിൻ്റൺ ആണെന്ന് പൂരിട്ടാതി പാദം 3, പിന്നെ രൺബീർ സിംഗ് ആണ് അവിട്ടം പാദം 4, ബിൽഗേറ്റ്സ് ആണ് ഉത്തട്ടാതി പാദം 4, പിന്നെ വിൻസ്റ്റൺ ചർച്ചിൽ മകം പാദം 3. അപ്പം ഇതൂടെ ജസ്റ്റ് നിങ്ങൾ ഇനിയും അങ്ങനെ ഇനിയും പറഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ ഓർത്തതൊന്ന് പറഞ്ഞു. ഇനിയും ഷാരൂഖ് ഖാനാണ് അവിട്ടം പാദം 2, സൽമാൻ ഖാനാണ് അവിട്ടം പാദം 3. അടുത്തടുത്താണ് അവരുടെ ഈ സ്റ്റാറുകൾ വരുന്നത്. അപ്പം അതുപോലെ അജയ് ദേവ്ഗൺ നോക്കിയേ, അത്തം പാദം 1, 10-ലാണ് ശനി വരുന്നത്. പക്ഷെ എന്നിട്ട് 10-ന്റെ ഓപ്പോസിറ്റ് നോക്കി ശുക്രനുണ്ട്. അപ്പൊ ഈ ശുക്രൻ ഇതിന് മുമ്പത്തെ പല ജാതകത്തിലും നമ്മൾ നോക്കി ശുക്രന് വ്യാഴവും ഒക്കെ ശനിയുടെ കൂടെ വന്നു കഴിഞ്ഞാൽ അവിടെ വലിയ അങ്ങനെ പ്രശ്നമില്ല, നല്ലതായിട്ട് തന്നെ കാണുന്ന പറഞ്ഞു. ഹിലാരി ക്ലിൻ്റൺ നോക്കുമ്പോൾ 10-ലാണ് ശനി നിൽക്കുന്നത്. അപ്പം ശനിയുടെ കൂടെ ഓപ്പോസിറ്റ് ശനി തന്നെയാണ്, കുജനുണ്ട് കൂടെ ഹിലാരി ക്ലിൻ്റൺ. ഇപ്പം ഓരോ ഗ്രഹത്തിന്റെ ഇവരുടെ ലഗ്നത്തെ നോക്കുക. രവി ബുധൻ ശുക്രനും നിൽപ്പുണ്ട്. രവി ബുധൻ ശുക്രന്.
അപ്പം ഈ എല്ലാ പ്രശസ്തരായിട്ടുള്ള വ്യക്തികളെ പ്രത്യേകിച്ച് ചോദിക്കോ ചെറിയ ചെറിയ പൊട്ടിത്തെറി അത് ഇതുമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അവരുടെ ലൈഫിൽ ഇച്ചിരി ചെറിയ ചെറിയ കശപിശകൾ കാണും. അതങ്ങനെയാണല്ലോ ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ. അവരെന്ന് എൻഗേജിങ് ആക്ടിവിറ്റി അലൈൻ ടു യുവർ മിഷൻ എന്ന് പറഞ്ഞ മാതിരി അവരുടെ മിഷനിൽ എൻഗേജ് ആയിരിക്കും. അപ്പം ലക്നവും രവി ബുധനും ശുക്രനും ഇങ്ങനെയുള്ള എല്ലാ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരെ നോക്കിയാൽ ഈ പ്രത്യേകിച്ച് പൊളിറ്റീഷ്യൻസിൻ്റെ ഒക്കെ നോക്കി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മനസ്സിലാക്കും. അല്ലെന്നൊരു അങ്ങനെ പല ആൾക്കാരുടെ ഇപ്പം ഇതിനകത്ത് പല ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ഗ്രഹങ്ങൾ ഇപ്പോൾ നോക്കിക്കോ അജയ് ദേവഗണാണെന്നൊരു ലഗ്നത്തിൽ രവിയും ബുധനും ശുക്രവും സർപ്പവും കൂടെ നിൽക്കുന്നു. ഓപ്പോസിറ്റ് ശുക്രവും ശിഖിയും ചന്ദ്രനും മാന്തി ഇത്രേ ഉള്ളൂ സംഭവം. പിന്നെ രണ്ടിടത്തെ ആകെ ഗ്രഹങ്ങളുള്ളൂ, ബാക്കിയെല്ലാം അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ അലോക്കേറ്റ് ചെയ്തു സ്കാറ്റേഡ് അല്ല. അപ്പം ഇങ്ങനെ ഓരോ നമ്മുടെ ഒരു ബർത്ത് ചാർട്ടിൽ നിന്ന് ഒരുപാട് അനലൈസ് ചെയ്യാനുണ്ട്. അടുത്ത നോക്കിക്കഴിഞ്ഞാൽ രൺബീർ കപൂർ നോക്കിക്കഴിഞ്ഞാൽ രവി ബുധൻ മന്ദൻ 4-ലാണ്. 4 നിൽക്കുന്നു. 4 ഈ പറഞ്ഞ മാതിരി ബുധനും മന്ദനും രവിയും, ശനിയുടെ കൂടെ ബുധനും സൂര്യനും നിൽപ്പുണ്ട്. അപ്പം ഈ പറഞ്ഞ ശനിയും സൂര്യനും കുഴപ്പമില്ല. അപ്പം അത് തന്നെയല്ല ഓപ്പോസിറ്റ് ഈ പറഞ്ഞ മാതിരി ഗുരുവാണ് നിൽക്കുന്നത്. അപ്പം അവർക്ക് പുള്ളിക്ക് കുഴപ്പമില്ല രൺബീർ കപൂർ. അപ്പം അടുത്ത രൺബീർ സിംഗ് 5-ലാണ് രൺബീർ സിംഗിൻ്റെ ശനി നിൽക്കുന്നത്. അടുത്തത് ബിൽഗേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഉത്രട്ടാതി പാദം 4. ബിൽഗേഴ്സിൻ്റെ നോക്കി 4-ലാണ് ശനി നിൽക്കുന്നത്. 4 അതിൻ്റെ കൂടെ രവിയും ശുക്രനും ഉണ്ട്. ഭയങ്കര നല്ലതാണ്. സൂര്യനും ശുക്രനും കൂടെ നിൽപ്പുണ്ട്. അപ്പം ബിൽഗേറ്റ്സിന് നല്ലതാണ്. അപ്പം ശനി അപ്പം ഇത് വ്യക്തമായിട്ട് നിങ്ങൾ ഇത് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവുള്ളൂ. ചാർട്ടും വേണം നോക്കുക. കാര്യങ്ങളുടെ ഡൗട്ടുള്ളവരെല്ലാം കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും പറഞ്ഞു തരാം. കാരണം നമുക്ക് ടൈമില്ല. ഞാൻ ഈ കുഞ്ഞുകളിയാണ് ഇത്ര ഡേറ്റ കളക്ട് ചെയ്യണം, ഇത്ര ഞാനായി പൂന്തലെല്ലാം കാണിച്ച് എല്ലാം ചെയ്തിട്ട് ഞാൻ തന്നെ എഡിറ്റ് ചെയ്ത് ഇത്രയൊക്കെ ചെയ്യാതെ തന്നെ മോർ ദാൻ 1 വീക്ക് വർക്കുണ്ട് ഈ ഒറ്റ വീഡിയോ ചെയ്യാൻ. അത്ര ഒരു മോർ ദാൻ 1 വീക്ക് എന്ന് നിങ്ങൾ വിശ്വസിക്കുകയല്ല. ഇത്ര വീഡിയോ ചെയ്ത് ക്രിയേറ്റ് ചെയ്തിട്ട് എടുത്തിട്ട് ഇത് ഞാൻ ഇത് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഇത്ര ഡേറ്റ കളക്ട് ചെയ്ത് എടുത്ത് പിന്നെ ഒരു സ്ക്രിപ്റ്റ് എഴുതി ഇത്രയും ഒരു ചെയ്യാമെന്ന് എന്ത് പണിയാണ്. പിന്നെ എൻ്റെ ഡ്യൂട്ടി ഐ ആം ഡൂയിങ് മൈ ദ ബെസ്റ്റ് എന്നേ പറയാനുള്ളൂ. മാർട്ടിൻ ലൂതർ കിങ് ശനി 8-ലാണ്. അപ്പം ശനി വ്യാഴത്തിൻ്റെ കൂടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ വലിയ പ്രശ്നമില്ല. പക്ഷെ അന്ന് വലിയ അസാസിനേറ്റഡ് 1968 1968 വെടിയേറ്റ് മരിക്കുകയാണ്. പുള്ളിയെ സോഷ്യൽ ആക്ടിവിസ്റ്റ് ആയിരുന്നു. സിവിൽ റൈറ്റിന് വേണ്ടി ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആളായിരുന്നു. പിന്നെ വിൻസ്റ്റൺ ചർച്ചിൽ നോക്കിക്കഴിഞ്ഞാലും വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ 5-ലാണ് ശനി നിൽക്കുന്നത്. ഓപ്പോസിറ്റ് നോക്കിക്കഴിഞ്ഞാൽ മാന്തി 11 മാന്തി ഏറ്റവും നല്ലതാണ്. മാന്തി 11 മാന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. അപ്പം ഈ മാന്തിയും ശനിയും കൂടെ അച്ഛനും മോനുമായിട്ടാണല്ലോ. അപ്പം ഭയങ്കര സംഭവമാണ്. അപ്പം വിൻസ്റ്റൺ ചർച്ചിൽ എന്നാണ് സെക്കൻഡ് വേൾഡ് വാർ ഈ പറഞ്ഞ മാതിരി ജർമ്മനിയുടെ അറ്റാക്ക് വന്നപ്പോഴും ഹിറ്റ്ലറിൻ്റെ അറ്റാക്ക് വന്നപ്പോഴുള്ള രാജ്യത്തെ പിടിച്ചു നിർത്തിയതും വലിയ സെക്കൻഡ് വേൾഡ് വാർ എന്ന അങ്ങനെ അടുത്ത പ്രാവശ്യം അധികാരത്തിൽ വന്നതും പിന്നെ നല്ല ഹ്യൂമർ സെൻസ് റൈറ്റർ അങ്ങനെ ഒരുപാട് ക്വാളിറ്റിയുള്ള ലീഡറാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ശനിയെപ്പറ്റി പറയുന്നത്. അപ്പോൾ ശനിയെപ്പറ്റി നിങ്ങൾ നെഗറ്റീവായിട്ടൊന്നും വിചാരിക്കേണ്ട. ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഒരു വീഡിയോ ഉണ്ട്, നിങ്ങൾ അതിനകത്തുനിന്ന് പോയി കാണുക. മറ്റേ എന്താണ് നമ്മുടെ ധനസ്ഥാനം, കർമ്മസ്ഥാനം, ഭാഗ്യസ്ഥാനം. അപ്പോൾ ആ ഒരു എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാവുന്നത്, അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഇനിയും എന്തെങ്കിലും ഉണ്ടെന്നതിന് കമൻറ്റ് ചെയ്യാം. അടുത്ത ഷാറുഖ് ഖാനാണ്. ഷാറുഖ് ഖാൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലതാണ് കുംഭത്തിലാണ്. കുംഭം അതും ശനിയുടെ ഡിഫോൾട്ട് കളിയാണ്. അപ്പം കുംഭത്തിൽ ആര് ജനിച്ചു കഴിഞ്ഞാലും പൊതുവെ അവർക്ക് ബൈ ബർത്ത് തന്നെ നല്ല അത്യാവശ്യം കാര്യഗൗരവവും കഴിവും അല്ലെ ഭൂസ്വത്തുക്കളെ കാര്യങ്ങളെല്ലാം കാണുന്നതാണ്. പിന്നെ ഈ പറഞ്ഞ മാതിരി കുംഭം എന്ന് പറഞ്ഞാൽ ഒഴുകി വരുന്ന കളിയാണ്. ഒഴുകി വരുന്നതെന്നാണ് ധനസമ്പത്തും കാര്യങ്ങളും. അപ്പം അതും പുള്ളിയുടെ ലഗ്നത്തിൽ തന്നെ. അപ്പം ഭയങ്കര ഉയർച്ചയും കാര്യവും കുംഭത്തിന്റെ ഇതും ശനിയുടെ ഡിഫോൾട്ടായിട്ട് ഇരിക്കുന്ന എല്ലാം കൂടെ വന്നു. അപ്പൊ ഇത് നിങ്ങളൊന്ന് നോക്കി വെച്ചേക്കുക. അപ്പൊ ഇത് ഇത്രയും ഈ ഒരു 10-23-24 ആൾക്കാരുടെ ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിനെല്ലാം നിങ്ങൾക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഏകദേശം നിങ്ങളുടെ സ്ഥാനങ്ങൾ, കാരണം ഇത്രയും ചാർട്ടാണ് ഇവിടെ ഇത്ര അനലൈസ് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പൊ അതേമാതിരി ആർക്കെങ്കിലും അസ്ട്രോളജി, ന്യൂമറോളജി, മൊബൈൽ ന്യൂമറോളജി, അതേമാതിരി വേദിക് അസ്ട്രോളജി, പിന്നെ നാഡി അസ്ട്രോളജി, നാഡി ജ്യോതിഷം, പ്രെഡിക്റ്റീവ് അസ്ട്രോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മരണവും ജന്മവും അങ്ങനെയൊക്കെ ഉള്ളത്, അതായത് യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ അങ്ങനെയൊക്കെ ഉള്ളത് ഇൻക്ലൂഡിങ് അത് വെസ്റ്റേൺ കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത്, ഇന്ത്യയിലെ കുറവാണ്. അതിനകത്ത് ഒരുപാട് ആൾക്കാരുടെ ജോർഫ് കന്നഡി അങ്ങനെ ഇങ്ങനെ പല ആൾക്കാരുടെ ഒരുപാട് സ്റ്റഡി ചെയ്തിട്ടാണ്, ലൈഫ് ത്രൂ ഔട്ട് സ്റ്റഡി ചെയ്തിട്ടാണ് പറഞ്ഞേക്കുന്നത്. അവരുടെ മരണവും ജന്മവും അതുമായിട്ട് അവരുടെ ബന്ധപ്പെട്ട കുട്ടികളെ അല്ലെങ്കിൽ അവരുടെ ഫാമിലിയില്.
ഇപ്പൊ നിങ്ങൾക്ക് ആർക്കും ഇതുവരെ പഠിക്കാൻ താല്പര്യമുണ്ടെന്നില്ല, ഇതിനകത്ത് ലിങ്ക് ഉണ്ട്. ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മാസം 1 മാസം 2 മാസം ഇങ്ങനെ കഴിഞ്ഞിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അവിടെ പറയുന്നതാണ്, ഫീസും കാര്യങ്ങളൊക്കെ. താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ. അതുപോലെ മൈക്കിൾ ജാക്സന്റെ ചാർട്ട് കൊടുക്കുന്നുണ്ട്, കണ്ടു നോക്കും. Their career. From understanding your career path to improving your relationships, the stars have answers waiting for you. So, are you ready to unlock the secrets now, and let's start this cosmic journey together? See you there.